3 സെഷനുകളായി നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരി വിലയിൽ ഏകദേശം 17 മുതൽ 20% വരെ വർധനവാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഈ ഓഹരികൾ 7% ഉയർന്ന 3700 രൂപ എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു. എൻവിഡിയയുമായി സഹകരിച്ച് കമ്പനി പുറത്തിറക്കിയ അത്യാധുനിക AI ഇൻഫ്രാസ്ട്രക്ചർ ഉൽപ്പന്നങ്ങളാണ് ഈ കുതിപ്പിന് വഴിതെളിച്ചത്. എന്നാൽ ഓഹരിയുടെ ചരിത്രം പരിശോധിച്ചാൽ IPOയുമായി എത്തിയത് മുതൽ നിക്ഷേപകർക്ക് ബമ്പർ നേട്ടമാണ് ഓഹരി നൽകുന്നതെന്ന് കാണാം. 2023 ജൂലൈ മാസത്തിൽ 500 രൂപ ഇഷ്യൂ വില തീരുമാനിച്ചുകൊണ്ട് വിപണിയിലേക്ക് എത്തിയ ഓഹരി ആദ്യ ദിനം തന്നെ 90% പ്രീമിയത്തിൽ 947 രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത്. പിന്നീട് ഈ 2 വർഷത്തിനുള്ളിൽ ഓഹരി പറന്നത് 4479 രൂപയിലേക്കാണ്. അതായത് ഈ ഓഹരിയിൽ നിക്ഷേപിച്ച ഒരാൾക്ക് ഏകദേശം 4.7 മടങ്ങ് റിട്ടേൺ നൽകിയിട്ടുണ്ടെന്ന് സാരം. ഇപ്പോൾ 3700 രൂപ നിലവാരത്തിൽ തുടരുന്ന ഓഹരി സത്യത്തിൽ ഒരു ദീർഘകാല നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിക്കാൻ പാകത്തിൽ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണോ? കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. രണ്ട് പതിറ്റാണ്ടിലേറെയായി സാങ്കേതിക മേഖലയിൽ നേതൃപരിചയമുള്ള സഞ്ജയ് ലോധ 1999 സെപ്റ്റംബറിലാണ് നെറ്റ്വെബ് ടെക്നോളജി സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് ദാതാക്കളിൽ ഒന്നാണ് കമ്പനി. സ്വന്തമായി ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനുമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ കമ്പനിക്കുണ്ട്. ഏകദേശം 20 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള നെറ്റ്വെബ് ഉപഭോക്താക്കളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് സാങ്കേതിക വിദ്യയെ മാറ്റിയെടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. കമ്പനി പ്രധാനമായും 5 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തേത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആണ്. ഇന്ത്യയിലുടനീളം 300-ലധികം വിജയകരമായ HPC ഇൻസ്റ്റാളേഷനുകൾ കമ്പനി പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് HCI ആണ് രണ്ടാമത്തേത്. സുരക്ഷിതമായ ക്ലൗഡ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കമ്പനി മുൻപന്തിയിലാണ്. AI സിസ്റ്റങ്ങളും വർക്ക് സ്റ്റേഷനുകളും കമ്പനിക്കുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കായി 50-ലധികം GPU അധിഷ്ഠിത സിസ്റ്റങ്ങൾ കമ്പനി ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 450 GB വരെ വേഗതയുള്ള അത്യാധുനിക സ്റ്റോറേജ് സംവിധാനങ്ങൾ കമ്പനി നൽകുന്നു. വലിയ ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ സെർവർ നിർമ്മാണവും കമ്പനിയുടെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹി, ഫരീദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, പൂനെ, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നെറ്റ്വെബിന് ഓഫീസുകളുണ്ട്. കമ്പനിയുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. ഇന്ത്യയുടെ AI ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാക്കുന്നതിനുള്ള തന്ത്രപരമായ ഓർഡറുകൾ നടപ്പിലാക്കിയതോടെ കമ്പനി അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പാദ വരുമാനവും ലാഭവുമാണ് 3-ാം പാദത്തിൽ രേഖപ്പെടുത്തിയത്. വരുമാനം 849 ദശലക്ഷം രൂപയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 141% വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. EBITDA 127% വർദ്ധിച്ച് 979 ദശലക്ഷം രൂപയായി. അറ്റാദായം 146% വർധനവോടെ 733 ദശലക്ഷം രൂപയുമായി. ഈ പാദത്തിൽ 4504 ദശലക്ഷം മൂല്യമുള്ള ദേശീയ പ്രാധാന്യമുള്ള ഓർഡർ വിജയകരമായി നടപ്പിലാക്കാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ AI കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഈ പാദത്തിലെ ആകെ വരുമാനത്തിന്റെ 64% AI സിസ്റ്റങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. കമ്പനിയുടെ പക്കൽ ഇപ്പോൾ 5258 ദശലക്ഷത്തിന്റെ ഓർഗാനിക് ഓർഡറുകളും 17336 ദശലക്ഷത്തിന്റെ തന്ത്രപരമായ ഓർഡറുകളുമാണ് ഉള്ളത്. ഏകദേശം 2184 കോടി രൂപയുടെ ഓർഡറുകൾ പൂർത്തിയാക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല 30 മുതൽ 40% CAGR വളർച്ചാ നിരക്ക് നിലനിർത്താൻ കഴിയുമെന്ന് മാനേജ്മെന്റ് കരുതുന്നുമുണ്ട്. ആഗോളതലത്തിൽ മെമ്മറി, സ്റ്റോറേജ് ചിപ്പുകൾക്ക് ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും വിതരണക്കാരുമായുള്ള നല്ല ബന്ധത്തിലൂടെയും ഇത് മറികടക്കാൻ നെറ്റ്വെബിന് സാധിക്കുന്നുണ്ട്. പുതിയ ഓർഡറുകളിൽ വിപണിയിലെ വില വ്യത്യാസം പ്രതിഫലിക്കുമെന്നും കമ്പനി അറിയിച്ചു. ഡിസംബർ 31, 2025 പ്രകാരം കമ്പനി പൂർണ്ണമായും കടരഹിതമാണ്. കയ്യിൽ 1900 ദശലക്ഷം രൂപയുടെ പണവുമുണ്ട്. IPO സമയത്ത് 240 ജീവനക്കാരുണ്ടായിരുന്ന കമ്പനിയിൽ ഇപ്പോൾ 600-ലധികം പേരുണ്ട്. ഇതിൽ 100-ലധികം പേർ ഗവേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. നിലവിലുള്ള ഫാക്ടറി ഉപയോഗിച്ച് 2500 മുതൽ 3000 കോടി രൂപയുടെ വരുമാനം വരെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി കരുതുന്നു. എൻവിഡിയ കൂടാതെ മറ്റ് ചിപ്പ് നിർമ്മാതാക്കളുമായി സഹകരിക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച തൈറോൺ ക്യാമറേറോ GB200 AI സൂപ്പർ കമ്പ്യൂട്ടർ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും AI മോഡലുകൾ പരിശീലിപ്പിക്കുന്നതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഡെസ്ക്ടോപ്പിന്റെ വലുപ്പമുള്ള ഈ സിസ്റ്റം ഡെവലപ്പർമാർക്ക് അവരുടെ സ്വന്തം ഓഫീസിൽ ഇരുന്ന് തന്നെ സങ്കീർണമായ AI പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു.
സർക്കാരിന്റെ AI മിഷൻ വരും വർഷങ്ങളിൽ വലിയ വളർച്ചാ സാധ്യതകൾ കമ്പനിക്ക് നൽകുന്നുണ്ട്. ഭാവി നോക്കിയാലും അവസരങ്ങൾ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ ഇന്ത്യ AI മിഷൻ നെറ്റ്വെബിനെ സംബന്ധിച്ച വലിയൊരു അവസരമാണ്. നിലവിൽ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർമാർക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ കമ്പനി നടപ്പാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള GPU ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുന്നതോടെ കമ്പനിയുടെ വരുമാനം കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ നിലവിൽ മറ്റ് ഇന്ത്യൻ കമ്പനികളെക്കാൾ സാങ്കേതിക മുൻതൂക്കം നെറ്റ്വെബിനുണ്ട്. പലരും കരുതുന്നത് പോലെ NVIDIAയുടെ ചിപ്പുകൾ വാങ്ങി വിൽക്കുന്ന ഒരു ഇടനിലക്കാരനല്ല നെറ്റ്വെബ്. പകരം സ്വന്തമായി AI സെർവറുകൾ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറാണ്. ഇത് കമ്പനിക്ക് മികച്ച ലാഭവിഹിതം ഉറപ്പാക്കാനും ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ മാറ്റം വരുത്താനും സഹായിക്കുന്നു. കമ്പനിയുടെ ഓർഡർ ബുക്കിൽ വലിയൊരു ഭാഗം സ്ട്രാറ്റജിക് ഓർഡറുകളാണ്. ഇവയിൽ ലാഭവിഹിതം അല്പം കുറവാണെങ്കിലും ഇത്തരം ഓർഡറുകൾ കമ്പനിയുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ഈ ഓർഡറുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ കമ്പനിക്ക് വലിയ അംഗീകാരവും നൽകും. നിക്ഷേപകർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട റിസ്കുകളിൽ ഒന്ന് ആഗോള ചിപ്പ് ക്ഷാമം തന്നെയാണ്. മെമ്മറി, സ്റ്റോറേജ് ചിപ്പുകളുടെ ലഭ്യത കുറവും വിലക്കയറ്റവും ലാഭത്തെ ബാധിച്ചേക്കാം. കൂടാതെ വലിയ ഓർഡറുകൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയക്രമം ഓരോ പാദത്തിലെയും വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. വിപണിയിൽ നെറ്റ്വെബ് ടെക്നോളജീസ് ഏകദേശം 20,429 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള മിഡ് ക്യാപ് കമ്പനിയാണ്. കമ്പനിയുടെ PE റേഷ്യോ ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നത് ഓഹരി നിലവിൽ ഉയർന്ന വാല്യുവേഷനിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും കമ്പനിയുടെ കാര്യക്ഷമത വ്യക്തമാക്കുന്ന ROE, ROCE എന്നീ ഘടകങ്ങൾ മികച്ച നിലവാരത്തിലാണ്. ഓഹരി അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ ഏകദേശം 35 മടങ്ങ് ഉയർന്ന വിലയിലാണ് വ്യാപാരം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഉയർന്ന ഓഹരി വിലയാണെങ്കിലും മികച്ച ലാഭക്ഷമതയും കടബാധ്യതയില്ലാത്ത സാമ്പത്തിക ഭദ്രതയും നെറ്റ്വെബിന്റെ പ്രത്യേകതയാണ്. ഭാവിയിൽ കമ്പനി വലിയ ലാഭം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ ഉയർന്ന വില നൽകാൻ തയ്യാറാകുന്നു. AI മേഖലയിലെ കുതിപ്പാണ് ഈ പ്രീമിയം വാല്യുവേഷന് കാരണം. അവസാനമായി നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല നിക്ഷേപകർക്കും ഹ്രസ്വകാല നിക്ഷേപകർക്കും ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ കൂടി മനസ്സിലാക്കാം. ഇന്ന് 3,700 രൂപ വരെ ഉയർന്ന ഓഹരി 3,500 രൂപ നിലവാരത്തിലാണ് പിന്നീട് തുടർന്നത്. ഓഹരി 3,700 എന്ന ഉയർന്ന നിലവാരത്തിലെത്തിയെങ്കിലും അവിടെ നിന്ന് 3,510 താഴ്ന്നത് സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ ലാഭം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. 3,700 എന്നത് നിലവിൽ ശക്തമായ റെസിസ്റ്റൻസ് ആയി മാറിയിട്ടുണ്ട്. ഇന്നത്തെ താഴ്ന്ന വിലയായ 3,382 ഒരു പ്രധാന സപ്പോർട്ടാണ്. ഈ ലെവലിന് താഴേക്ക് ഓഹരി പോകാതിരിക്കുന്നത് പോസിറ്റീവ് സൂചനയാണ്. അടുത്ത പ്രധാന സപ്പോർട്ട് 3,358 3,380 രൂപ നിലവാരത്തിലാണ്. ഇന്നത്തെ ഏറ്റവും ഉയർന്ന വിലയും താഴ്ന്ന വിലയും തമ്മിൽ ഏകദേശം 318 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇത് ഓഹരിയിൽ വലിയ തോതിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു. 3,700 എന്ന നിലവാരം മറികടന്ന് ഓഹരി സ്ഥിരത കാണിക്കുകയാണെങ്കിൽ മാത്രമേ പുതിയ ബൈയിങ് പൊസിഷനുകൾ എടുക്കാവൂ. അതുവരെ 3,380 3,500 റേഞ്ചിൽ ഓഹരി ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. ഹ്രസ്വകാല നിക്ഷേപകർക്ക് 3,400 അടുത്തായി ഓഹരി ലഭിക്കുകയാണെങ്കിൽ അത് നല്ലൊരു അവസരമാണ്. 3,350 താഴെ സ്റ്റോപ്പ് ലോസ് കരുതുന്നത് നന്നായിരിക്കും. ദീർഘകാല നിക്ഷേപകർ ഇത്തരം ചെറിയ ലാഭം എടുക്കലുകൾ ദീർഘകാല നിക്ഷേപത്തിൽ ഭയപ്പെടേണ്ടതില്ല. മികച്ച കമ്പനി ആയതിനാൽ ഡിപ്പുകളിൽ കൂടുതൽ ഓഹരികൾ പരിഗണിക്കാവുന്നതാണ്. ഇന്ന് ഓഹരിയിൽ വലിയ തോതിലുള്ള വ്യാപാരമാണ് നടക്കുന്നത്. ഏകദേശം 52.8 ലക്ഷം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി വോളിയം വെറും 1.68 മില്യൺ മാത്രമായിരുന്നു. അതായത് സാധാരണയേക്കാൾ 3 മടങ്ങ് അധികം വോളിയം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില ഉയരുന്നതിനോടൊപ്പം വോളിയം വർദ്ധിക്കുന്നത് ഓഹരിയിൽ വലിയ നിക്ഷേപകർ താല്പര്യം കാണിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. എന്നാൽ 3,700 നിന്ന് വില താഴേക്ക് വന്നത് സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നും കാണിക്കുന്നു. നിലവിലെ RSI 59 to 60 റേഞ്ചിലാണ്. സാധാരണയായി RSI 70 മുകളിൽ പോകുമ്പോഴാണ് ഓവർബോട്ട് എന്ന് പറയുന്നത്. നിലവിൽ 60 നിൽക്കുന്നത് ഓഹരിക്ക് ഇനിയും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓഹരി അതിന്റെ 50-day 200-day മൂവിംഗ് ആവറേജിന് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരിയുടെ കരുത്ത് കാണിക്കുന്നു. ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ട് പോയാൽ ഓഹരികൾ ഘട്ടം ഘട്ടമായി പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ AI മേഖലയിലെ വളർച്ചയും സർക്കാർ ഓർഡറുകളും ഓഹരിയെ 4,000 മുതൽ 4,400 നിലവാരത്തിൽ എത്തിച്ചേക്കാം. അതേസമയം നിലവിൽ നെറ്റ്വെബിന്റെ PE റേഷ്യോ ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്ന കാര്യം മറക്കരുത്. ഇതിനർത്ഥം ഓഹരി അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ ഏറെ മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. കമ്പനിയുടെ ലാഭ വളർച്ചയിൽ നേരിയ കുറവ് സംഭവിച്ചാൽ പോലും ഓഹരി വിലയിൽ വലിയ ഇടിവുണ്ടാകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിക്ഷേപ തീരുമാനങ്ങൾ ഒരു വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രം സ്വീകരിക്കുക. ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം.